ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ പ്രൊഫസേഴ്സ് റൂമിൻ്റെ ഇടനാഴിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു 9 വർഷം മുൻപ് ഈ ഇടനാഴി കടന്ന് ഞാൻ ഈ പ്രൊഫസേഴ്സ് റൂമിലേക്ക് കയറുമ്പോൾ ഒരുപാട് ആകുലതകളും ആശങ്കകളും അതിലുപരി അത്യാവശ്യം നല്ല പേടിയും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോൾ തന്നെ ഇവിടെയുള്ള കുട്ടികൾ പഠിക്കാനാണ് വരുന്നതെന്നും അത് അധ്യാപകർക്ക് ഒരു തരത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാക്കില്ല എന്നും ഞാൻ കൃത്യമായി മനസ്സിലാക്കി. അതുമാത്രമല്ല, ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു പക്ഷേ ഞാനായിരിക്കണം ഏറ്റവും ജൂനിയറായിട്ട് ഇവിടെ ജോയിൻ ചെയ്തത്. 30-40 വർഷം ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ അധ്യാപന പരിചയവുമായി ഇവിടെയുള്ള ഒരുപാട് സീനിയർ ഗുരുക്കന്മാരായ അധ്യാപകർ, പിന്നെ എൻ്റെ ഒപ്പം തന്നെ നടന്നെത്തി എന്നെപ്പോലെ വർക്ക് ചെയ്യുന്ന മറ്റനേകം അധ്യാപകർ, പിന്നെ കുറച്ച് ജൂനിയർ അധ്യാപിക സുഹൃത്തുക്കൾ, അങ്ങനെ ഒരുപാട് പേരെ കണ്ടാണ് ഞാൻ ഈ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലേക്ക് വന്നത്. ഓരോ കുട്ടിക്കും എന്താണ് വേണ്ടത് എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അത് നൽകാനുള്ള ബ്രില്യൻറ്റിൻ്റെ കഴിവ് ഒരു പക്ഷേ അത് തന്നെയായിരിക്കണം കഴിഞ്ഞ 38 വർഷങ്ങളായി വിജയത്തിൻ്റെ പാതയിൽ തുടരുവാനും എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെ എല്ലാം അതിജീവിച്ച് മുന്നേറുവാനും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനെ സഹായിക്കുന്നത്. ഇന്ന് നമ്മുടെ പാലാ ക്യാമ്പസിലെ A ബ്ലോക്കിലുള്ള പ്രൊഫസേഴ്സ് റൂമിൻ്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് പാലാ ക്യാമ്പസിൻ്റെ D ബ്ലോക്കിലും ഒരു പ്രൊഫസേഴ്സ് റൂമുണ്ട്. അവിടെയും ഒരുപാട് പ്രൊഫസേഴ്സ് ഉണ്ട്. മാത്രമല്ല, നമ്മുടെ IIT സെഷന് വേണ്ടിയിട്ട് കൊട്ടാരം ക്യാമ്പസ് ഉണ്ട്. കൊട്ടാരം ക്യാമ്പസിലും മറ്റൊരു പ്രൊഫസേഴ്സ് റൂം നമുക്കായി കാത്തിരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ ഞങ്ങളുടെ എല്ലാ ക്യാമ്പസുകളിലും ഇതുപോലെ തന്നെ പ്രൊഫസേഴ്സ് റൂമും അവിടെ എല്ലാം തന്നെ നിങ്ങൾക്കായി നിങ്ങളുടെ പഠനത്തിന് വഴിയൊരുക്കാനായി ഒരുപാട് പ്രൊഫസേഴ്സും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ക്ലാസ്സുകളുടെ തിരക്കുകളുമായിട്ട് പല സമയങ്ങളിൽ പല ഷിഫ്റ്റുകളിൽ വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് എല്ലാ അധ്യാപകരെയും ഒരുമിച്ച് നിങ്ങളുടെ മുൻപിൽ ഒരേ വീഡിയോയിൽ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ A ബ്ലോക്കിൽ ഇന്ന് അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് പ്രൊഫസേഴ്സിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു ദിവസം മറ്റ് സെൻറ്ററുകളിലെ അതുപോലെ തന്നെ ഇന്ന് അവൈലബിൾ അല്ലാത്ത പ്രൊഫസേഴ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. ഇന്ന് ഇവിടെയുള്ള പ്രൊഫസേഴ്സിന് നിങ്ങളോട് എന്താണ് പറയാനുള്ളത്, അവരെങ്ങനെയാണ് ഓരോ വർഷവും തയ്യാറെടുക്കുന്നത്, എന്തൊക്കെയാണ് അവർ ഓരോ കുട്ടിയുടെയും പഠന നിലവാരം ഉയർത്താനായി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഞാൻ റോയ് തോമസ്, പല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മാത്തമാറ്റിക്സ് വിഭാഗത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ 1980, നമുക്കറിയാം 1984 ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഈ 84 മുതൽ ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിനോട് കൂടി ഉണ്ടായിരുന്നു. ബ്രില്യൻറ്റിൻ്റെ ഒരു വിജയരഹസ്യം എന്ന് പറയുന്നത് അതിൻ്റെ ഹാർഡ് വർക്കാണ്. പ്രത്യേകിച്ച് ഡയറക്ടേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള ബ്രില്യൻറ്റിൻ്റെ ഹാർഡ് വർക്ക്. ഒരു മിനിറ്റ് പോലും ഒരു സ്റ്റുഡൻറ്റിനെയും വെറുതെ ഇരിക്കുവാനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു പീരീഡിൽ 1 മിനിറ്റ് പോലും ഒരു കുട്ടിയും വെറുതെ ഇരിക്കുന്നില്ല. 1995 നിനോയിലൂടെ ആദ്യ ഫസ്റ്റ് റാങ്ക് ബ്രില്യൻറ്റിന് എത്തിയതിന് ശേഷം ഇന്ന് റാങ്ക് എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റിന് അതൊരു പുത്തിരിയല്ല. കാരണം റാങ്ക് എന്ന് പറയുന്നത് ബ്രില്യൻറ്റിൻ്റെ ഒരു ഹാബിറ്റാണ്. ഞാൻ ബ്രില്യൻറ്റിൻ്റെ ബ്രോഷറിൽ എപ്പോഴും ഞങ്ങൾ പറയും, ബ്രില്യൻ സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ബട്ട് ഇറ്റ് ഈസ് എ ജേർണി. ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായി പഠിക്കാൻ പറ്റും. കാരണം വിദ്യാർത്ഥികൾ ഞങ്ങൾ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ഒരു അപ്രോച്ച് അല്ല ഇവിടെ, എൻ്റർലി ഡിഫറൻ്റാണ്. എൻ്റെ പേര് പ്രൊഫസർ IC അച്ചുമാൻ. 1992 മുതൽ ഈ സമയം വരെ ഇവിടുത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫാണ്. ഇവിടുത്തെ വർക്ക് കൾച്ചർ നല്ല പോസിറ്റീവ് വർക്ക് കൾച്ചറാണ്. ജോലിക്കാര്യത്തിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും ഇവർ ഡയറക്ടേഴ്സിൻ്റെ ഹെൽപ്പ് ചോദിച്ചാൽ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രിൻ്റഡ് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ പൊതുവേ ഞാൻ സന്തുഷ്ടനാണ്. കുട്ടികളുടെ വിജയ ശതമാനത്തിനെ പറ്റി സൂചിപ്പിച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ റിസൾട്ട്സ് ബെറ്ററായിട്ട് വരുന്നു. ഇതുവരെ കിട്ടിയ എല്ലാ ഉപകാരങ്ങൾക്കും അകമഴിഞ്ഞ് നന്ദി പ്രകാശിപ്പിക്കുന്നു. കൂടെ വർക്ക് ചെയ്യുന്നവരോടും ഇവിടുത്തെ ഡയറക്ടേഴ്സിനോടും എല്ലാം താങ്ക് യു. ഇപ്പം ഞാൻ 24 കൊല്ലമായി, 1999 മുതൽ ഇന്ന് വരെ. അതിന് മുമ്പ് പാലാ സെൻറ് തോമസ് കോളേജിലായിരുന്നു. പാലാ സെൻറ് തോമസ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് 1966 മുതൽ 99 വരെ 31 കൊല്ലം. ഒന്നാമത് ഇവിടുത്തെ പിള്ളേരെല്ലാം നല്ല ബ്രൈറ്റാണ്, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ ക്ലാസ് എടുത്താൽ നമ്മൾ ക്ലാസ് കൺട്രോൾ ചെയ്യുന്ന പ്രശ്നമേ വരുന്നില്ല. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മാത്രം മതി. പിള്ളേർ അതിങ്ങനെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പ്രായമായെങ്കിലും എനിക്ക് അങ്ങനെ ഒരു വലിയ മടുപ്പൊന്നും തോന്നുന്നില്ല.
കാരണം ഇവിടുത്തെ ആ അറ്റ്മോസ്ഫിയർ അത്രയും നല്ല അറ്റ്മോസ്ഫിയറാണ്. പിള്ളേരുടെ അറ്റ്മോസ്ഫിയറും അവരുടെ സ്റ്റാൻഡേർഡും മറ്റ് അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം. ഇതൊരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനമല്ലേ, കുട്ടികളും കോമ്പറ്റേറ്റീവാണ്. ഓരോ വർഷം റിസൾട്ട് അനലൈസ് ചെയ്താൽ റാങ്കുകൾ കൂടിക്കൂടി വരുന്നു. ബ്രില്യൻ്റ് വന്നിട്ടൊരു 16 കൊല്ലത്തോളമായി. അതിന് മുമ്പ് ഞാൻ കോട്ടയം ബസേലിയസ് കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും പ്രൊഫസറുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു 3 വർഷക്കാലം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലും ജോലി ചെയ്തു. മറ്റു പല സ്ഥാപനങ്ങളിലേക്കാളും ഡിസിപ്ലിനുണ്ട്, വെൽ ഡിസിപ്ലിൻഡാണ്. ആ കാര്യത്തിൽ ഇവിടുത്തെ ഡയറക്ടേഴ്സൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊരു 10-30 വർഷം മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ടുള്ള ഈ 20 താഴെ വർഷങ്ങൾ കൊണ്ടാണ് കൂടുതൽ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. അത് വളരെ ചരിതാർത്ഥകരമായ സംഭവമാണ്. ഞാൻ 2008 ഏപ്രിൽ 2-ാം തീയതി ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ വന്നതാണ്. ഞാൻ ഗവൺമെൻറ് കോളേജ് സർവീസിലായിരുന്നു. ഏറ്റവും ഒടുവിൽ നാട്ടയം ഗവൺമെൻറ് കോളേജിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. ഏതാണ്ട് കേരളത്തിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒട്ടുമിക്ക ഗവൺമെൻറ് കോളേജിലും വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടാറുണ്ട്. ഈ വർഷം തന്നെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ കാണുന്നില്ല. അവരുടെ കോൺഫിഡൻസ് ലെവലൊക്കെ വളരെയധികം കൂടിയിട്ടുണ്ട്. ബ്രില്യൻ്റ് വന്നിട്ട് ഇപ്പം 12 വർഷം കഴിഞ്ഞു. ബ്രില്യൻ്റ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ, അതൊരു ഭയങ്കര എൻകറേജിങ് ആണ്. ഒന്നാമത് നല്ല സ്മാർട്ടായിട്ടുള്ള പിള്ളേരാണല്ലോ ഇത് പഠിക്കാൻ വരുന്നവർ. അവർ വളരെ താല്പര്യത്തോടെ ക്ലാസ്സിലിരിക്കുന്നു. അപ്പം മെഡിക്കൽ ബാച്ചുകളിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ്. അവർ സബ്ജക്റ്റിനോട് താല്പര്യത്തിലാണ് വന്നിരിക്കുന്നത്. My name is Dr. Joe Sudagashiril. I have been teaching in Brilliant for the last 21 years. I am teaching biotechnology, first and second chapters. My experience in Brilliant has been very good because they create a homely atmosphere here. The directors are very respectful and nice to the teachers. The students are extremely nice and they are of a good caliber. And we are getting students from all parts of Kerala and also from Tamil Nadu. So it is a great experience for me to interact with the best students in the state and it has been a really nice experience for me. ഞാൻ 97 ഇവിടെ ആദ്യമായിട്ട് വന്നതാണ്. 97 തുടക്കം തൊട്ട് ഉണ്ട്. The growth of institution is tremendous and it is unbelievable. So of course ഇപ്പോഴും അതിലൊരു വളരെ സന്തോഷമുണ്ട്. Very happy to have a part of a Brilliant family. എൻ്റെ പേര് പ്രൊഫസർ PT ജോസ്. കാഞ്ഞിരപ്പള്ളി സെൻട്രൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. 2007 ഞാൻ റിട്ടയർ ചെയ്തു. എനിക്ക് 31 വർഷം സർവീസാണ് കോളേജിലുള്ളത്. റിട്ടയർ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഞാനിവിടെ ബ്രില്യനിലെ ഒരു അധ്യാപകനാണ്. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫാക്കൽറ്റിയാണ്. ധാരാളം കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം കുട്ടികൾക്ക് MBBS കിട്ടിയിട്ടുണ്ട്. അവരിവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും നല്ല ഒരു സ്റ്റുഡൻസാണ് നമുക്കിവിടെ കിട്ടുന്നത്. നല്ല മാർക്കുള്ളവർ കിട്ടും. പിന്നെ തീരെ മാർക്ക് കുറഞ്ഞവരും വരും. പക്ഷെ എന്താണെങ്കിലും ഞങ്ങളിവിടെ എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ട് എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള കോച്ചിങ് കൊടുത്ത് ഇൻറ്ററാക്ഷൻ കൊടുത്താണ് മുമ്പോട്ട് പോകുന്നത്. ധാരാളം സന്തോഷം. നമസ്കാരം, എൻ്റെ പേര് അബ്ദുൾ സലാം. ഞാൻ അധ്യാപന രംഗത്ത് കഴിഞ്ഞ 35 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവിടെ പാലാ ബ്രില്യൻറ്റിൽ വന്നിട്ട് ഏതാണ്ട് 7 വർഷത്തോളം ആയി. ഇവിടെ ഫിസിക്സ് അധ്യാപനം ആണ് നടത്തുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ബ്രില്യൻ്റ് ഒരു എക്സ്ട്രാ ബ്രില്യൻ്റ് തന്നെയാണ്. അക്കാഡമിക് രംഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പ്രൊഫസേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തി ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ബ്രില്യൻ്റ് എന്ന് പറയുന്നത്. ഹലോ, എൻ്റെ പേര് ഡോക്ടർ P.O. അഗസ്തി. ഞാൻ പാലാ സെൻറ് തോമസ് കോളേജ് എന്ന് പറയുന്ന കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 4 വർഷം കഴിയുന്നു. എൻ്റെ ഈ 4 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദ സ്റ്റുഡൻസ് ആർ ദ ബ്രില്യൻറ്റ്. ഏറ്റവും നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു സ്റ്റുഡൻസാണ്. അതുകൊണ്ട് നമ്മുടെ ടീച്ചിങ് എഫിഷ്യൻസി മറ്റ് കോളേജുകളിലേക്കാളും കൂടുതലായിട്ട് എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് ഇവിടെ വന്നിട്ടാണ്. കാരണമെന്ന് വെച്ചാൽ നല്ല ബ്രില്യൻ്റായിട്ടുള്ള കുറേ കുട്ടികളെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. അതിനേക്കാൾ ഉപരി പഠിപ്പിച്ച ഇഷ്ടംപോലെ കുട്ടികൾ നല്ല ഹൈ ലെവലിൽ വന്നു. അത് എൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഞാൻ വേൽമുരുകൻ, പാലാ ബ്രില്യൻറ്റിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു അംഗമാണ്.
30 വർഷത്തിലേറെ കാലമായി എനിക്ക് എൻട്രൻസ് മേഖലയുമായി ബന്ധമുണ്ട്. ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ മറ്റ് അധ്യാപകരുടെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്ററിലും വളരെ എക്സ്പെർട്ടായ അധ്യാപകരുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കുക എന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിലെ റിസൾട്ടുകൾ അനലൈസ് ചെയ്താൽ നല്ല വിദ്യാർത്ഥികളെല്ലാം ഉള്ളത് പാലാ ബ്രില്യൻറ്റിൽ തന്നെയാണ്. ഈ നല്ല വിദ്യാർത്ഥികളോടൊപ്പം തന്നെ പാലാ ബ്രില്യൻറ്റിലെ മാനേജ്മെൻറ്റും അവിടുത്തെ അധ്യാപകരും എല്ലാവരും ഒരുപോലെ സഹകരിക്കുന്നതുകൊണ്ടും മറ്റ് അനധ്യാപകരുടെയും പ്രവർത്തനം കൊണ്ടും ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിലനിർത്തുന്നത് കൊണ്ടും തീർച്ചയായും പാലാ ബ്രില്യൻറ്റിന് ഇനിയും തുടരെ വിജയങ്ങളുണ്ടാകും. ഞാനിപ്പോൾ ഇവിടെ 17ാമത്തെ വർഷമാണ് ബ്രില്യൻറ്റ് വന്നിട്ട്. 2006 മെയ്യിലാണ് ഞാൻ ബ്രില്യൻറ്റിലേക്ക് വരുന്നത്. ബ്രില്യൻറ്റ് വന്നതിന് ശേഷമാണ് ശരിക്കും ഈ ടീച്ചിങ് എന്താണ്, അല്ലെങ്കിൽ ടീച്ചിങ് എൻജോയ് ചെയ്യാൻ പറ്റിയതിന് ശേഷം തന്നെയാണ്. കുട്ടികളുടെ ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയും താല്പര്യത്തോടുകൂടി ക്ലാസ്സുകൾ വാച്ച് ചെയ്യുന്ന കുട്ടികൾ ബാക്കി എല്ലായിടത്തും വളരെ കുറവാണ്. ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ടോപ്പ് റാങ്കുകൾ 1, 2, 3 കേരള ലെവലിലൊക്കെ ടോപ്പ് റാങ്കുകൾ 1, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പോലുള്ള വളരെ വലിയ റാങ്കുകളാണ് കിട്ടുന്നത്. ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളിൽ പോലും ഞാൻ വർക്ക് ചെയ്തതാണ്. പിന്നെ ഞാൻ ഇവിടെ ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളൊക്കെ ഒത്തിരി നമുക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതും നമുക്ക് ഒരു പാഷൻ പോലെ ഈ ടീച്ചിങ്ങിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നതൊക്കെ ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും ഒക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് വരുന്നത്. നമ്മുടെ കുട്ടികൾ ഒരു പക്ഷേ 10 വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ 100 ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എല്ലാ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. കഴിയുന്നിടത്തോളം കാലം ബ്രില്യൻറ്റിൽ തന്നെ തുടരുകയും ബ്രില്യൻറ്റിലെ കുട്ടികളും അതുപോലെ തന്നെ ഇവിടെയുള്ള ടീച്ചേഴ്സ്, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ടീച്ചേഴ്സ്, അവരുമായിട്ടൊക്കെ ഏറ്റവും നല്ല മാനസിക റിലേഷനിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതൊരു ബ്രില്യൻറ്റ് എനിക്ക് കിട്ടിയ ഒരു പക്ഷേ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു ഭാഗ്യം കൂടിയാണ്, പ്ലാറ്റ്ഫോമാണ് ഈ ബ്രില്യൻറ്റ്. ഹായ് എവരിബഡി, ഞാൻ സ്റ്റെന്നി ജെയിംസ്. ഞാനിവിടെ ബയോളജിയിൽ ബോട്ടണിയിലെ ഫാക്കൽറ്റിയാണ്. ഞാൻ എൻ്റെ ടീച്ചിങ് 25 ഇയേഴ്സിലൂടെ തുടങ്ങി. ഇപ്പോൾ ഞാനൊരു 16-18 വർഷമായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാനതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റായിട്ട് കാലിബറായിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ വരുമ്പോൾ അവരിലേക്ക് നോളജ് എത്തിക്കുക, അങ്ങനെ അവരെ മിടുക്കരാക്കുക, അതിനകത്ത് ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. നമ്മളിവിടെ വരുന്ന പിള്ളേരുടെ ഒരു കാലിബർ എടുത്താൽ എനിക്ക് തോന്നുന്നു ഓരോ ബാച്ചിലിരിക്കുന്ന കുട്ടികളിലൊരു 80% പിള്ളേരെങ്കിലും ഓരോ വർഷവും MBBS അഡ്മിഷൻ കിട്ടി പോകുന്ന അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. അതിൻ്റെ ഏറ്റവും വലിയൊരു എവിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങളെവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പം ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ആരെങ്കിലും കാണാൻ ചെല്ലുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാരും എഞ്ചിനീയറും എല്ലാം ഞങ്ങളുടെ സ്റ്റുഡൻസാണ്. നമസ്കാരം, ഞാൻ സാബു. ബ്രില്യൻറ്റിൽ 2015 മുതൽ ബ്രില്യൻറ്റിൻ്റെ ഫാമിലിയിലാണ്. നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഒരു പ്രത്യേകമായ ഒരു കൾച്ചർ അത് മറ്റൊരു സ്ഥാപനങ്ങളിലും കാണത്തില്ലാത്ത ഒന്നാണ്. ഇവിടെ വന്നുള്ള ഈ 7 വർഷക്കാലം വളരെ വിപുലമായിട്ടുള്ള ഒരു അനുഭവമാണുള്ളത്. ഒരുപാട് നല്ല അധ്യാപകരും അതുപോലെ ഒരുപാട് നല്ല വിദ്യാർത്ഥി സമ്പത്തും വിദ്യാർത്ഥികളുടെ അവരെ പഠിപ്പിച്ച് വലുതാക്കിയെടുക്കാൻ ഉള്ള പ്രയത്നത്തിൽ ഇൻവോൾവ് ചെയ്തതും എന്നെ സംബന്ധിച്ച് വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. തന്നെയാണ് ഈ 10 വർഷം കൊണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് എന്ത് നേടിയെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്ത് നേടിയെന്ന് വെച്ചാൽ, എവിടെ ചെന്നാലും നമുക്ക് നമ്മളെ പരിചയമുള്ളൊരു ഡോക്ടർ ഉണ്ടാവും. അത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം. ബ്രില്യൻറ്റ് അത്രത്തോളം എക്വിപ്ഡായിട്ട് സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 സ്ഥാപനമാണ്. അത് കുട്ടികൾക്ക് നന്നായി അറിയാം. അവർ കുട്ടികളെ ടീച്ചേഴ്സിനെ ആ രീതിയിലൂടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് വാക്കാണ് സ്റ്റുഡൻസ് നന്നായി ടീച്ചേഴ്സ് പ്രൊഫസേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്ന റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ദേ ആർ മോർ ഡിമാൻഡിങ്. ഇൻ കോളേജ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അവർ നമ്മൾ പറഞ്ഞ കേട്ട് പോവുക. ഇവിടെ അതല്ല, ദേ വാണ്ട് മോർ ഇൻഫർമേഷൻസ്. ദാറ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഈസ് റിയലി ഗുഡ്. ഇതിപ്പോൾ എൻ്റെ 8ാമത്തെ വർഷം. എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് ഇവിടെയുള്ള പ്രൊഫസേഴ്സിൻ്റെ ഡെഡിക്കേഷൻ തന്നെയാണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. ആൻഡ് വളരെ വെൽ ഇൻഫോംഡ്, വെൽ റെഡ് പ്രൊഫസേഴ്സ് തന്നെ നമുക്കിവിടെ ഉണ്ട്. പ്ലസ് ഒരു വലിയ ഗുണം വേറെ ഞാൻ കാണുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് പിള്ളേർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വോള്യൂം ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് എനിക്ക് പറയാനുള്ള ഇവിടെ ഡയറക്ടേഴ്സും പിള്ളേരും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് എനിക്ക് ബ്രില്യൻ്റ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് ഒരു ചൈൽഡ് ഫ്രണ്ട്ലി ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ്. അപ്പോൾ കുട്ടികളുടെ എന്ത് ആവശ്യവും ഇവിടെ സാധിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ കംഫർട്ടബിൾ ആകുമ്പോൾ തന്നെ പഠിക്കാനുള്ള ഒരു എൻവയൺമെൻറ്റ് കംഫർട്ടബിളായി അവർ ഹാപ്പി ആണെങ്കിൽ അവരുടെ പെർഫോമൻസും അതുപോലെ തന്നെ നല്ലതായിരിക്കും.
സോ അതൊക്കെ തന്നെയാണ് നമ്മുടെ വിജയത്തിന്, ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വിജയത്തിന് കാരണമെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സീരിയസ് ആയിട്ട് ഇവിടുത്തെ ക്ലാസ് നടന്നു പോകുന്നത് കൊണ്ട് ഇവിടെ പഠിപ്പിക്കുക, ഇവിടെ ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ സംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ്. ആ കാലഘട്ടത്തെ, കോളേജിലുണ്ടായിരുന്ന കാലഘട്ടത്തെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടി സന്തോഷകരമായ ഒരു കാലമായിട്ട് ഇത് അനുഭവപ്പെടുന്നുണ്ട്. ഒരു ബ്രില്യൻറ്റിൻ്റെ ഒരു വർഷത്തെ വലിയ അച്ചീവേഴ്സിൻ്റെ ലിസ്റ്റ് ഒരു 3 വർഷം മുമ്പുള്ളത് കണ്ടപ്പോൾ എൻജിനീയറിങ്ങിലും മെഡിക്കലിലുമുള്ള നമ്മൾ ഇവിടെ നിന്ന് ടോപ്പ് കിട്ടിയതായിട്ട് പറഞ്ഞിട്ടുള്ള കുട്ടികളുടെ ഒക്കെ ക്ലാസ്സിൽ ഞാൻ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിന് വലിയൊരു സന്തോഷം തന്ന ഒരു കാര്യമാണ്. Hi, my name is Ramesh, code CDR, chemistry faculty. I am working in the Brilliant for last 8 years. So in the chemistry faculty wise, the Brilliant, it is a unique type of coaching center because students are giving more study materials, proper time examination and proper time evaluation of the examinations, and also good library books also available. All over India, many topmost publishers are giving in this Brilliant library available, and the students are using all these library books also very easily, and staff also available for all the students for doubt clearing purpose also. So students are more advantageous in this institution compared to other institutions, and in the Brilliant Study Center all of the students are having very good knowledge about the preparation and also proper planning of the examinations regarding this one. Thank you. Hi, this is Someshwar Rao, code is CSR. I belong to Andhra Pradesh. I have been working in Brilliant for 7 years. My opinion about Brilliant is it is a best choice for student to get a better baseline for competitive field in their student life. I like the fact that the management takes good care about every student and the staff. And finally, what my conclusion is, after working here certain years, I feel that Brilliant is not just an institute, just is a more than a good family to me and students. So Brilliant is the hub of the education, or Brilliant is the hub of the toppers. ഞാൻ രോഷ്നി ജി നായർ കഴിഞ്ഞ 23 വർഷങ്ങളായി ബ്രില്യൻറ്റിലെ ബോട്ടണി ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നു. ബ്രില്യൻറ്റ് സ്ഥിരമായി നേടിവരുന്ന നല്ല റിസൾട്ടിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 13 വർഷത്തോളം ഇവിടെ വന്നിട്ട് അപ്പം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വലിയ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. അവർ നന്നായിട്ട് ക്ലാസ്സൊക്കെ നമ്മൾ എല്ലാ കംപ്ലീറ്റ് ക്ലാസ്സും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അവർ പലതവണ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നു. ടോപ്പിക്ക് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ പോലും വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എക്സാം വരുമ്പോഴത്തേനും നമ്മൾ എക്സാമിന് എന്തൊക്കെയോ കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ റിപ്പീറ്റഡായിട്ട് വരുന്ന പോർഷൻസ് ഏതാണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് യാതൊരു ടെൻഷൻ്റെയും ആവശ്യമില്ല. അവർ ഓൾറെഡി നല്ല പ്രിപ്പറേഷനിൽ തന്നെയാണ്. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മുടെ പൊതുവേ ഏകദേശം തിയറി പാർട്ട് NCERT ഒക്കെ കവർ ചെയ്തിട്ട് അതിൻ്റെ മൾട്ടി ലെവൽ വേയിൽ നമ്മുടെ ഒരു എസർഷൻ റീസൺ ആയാലും മാച്ച് ദ ഫോളോയിങ് ആയാലും സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയാലും ഇവർക്ക് കുട്ടികൾക്ക് ഒരുപാട് എക്സ്പോഷർ ഓൾറെഡി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ കുട്ടികളും നന്നായി നമ്മളോടൊപ്പം സഹകരിച്ച് അവർക്കും ആ പഠനം, അവർക്കും അവരുടെ സ്വപ്നം എന്തായാലും നേടിയെടുക്കണം എന്നുള്ള വിശ്വാസം ബ്രില്യൻറ്റിൻ്റെ ഒപ്പമായിരിക്കുമ്പോൾ ഒന്നുകൂടി കൂടിയിട്ടല്ലേ ഉണ്ടാവും. അപ്പോൾ രണ്ടുപേരും പരസ്പരം, കുട്ടികളും സാറന്മാരും നമ്മളിൽ ഉപരി കുട്ടികളും വളരെ ഭംഗിയായി ദൈവാനുഗ്രഹത്തോടെ ആരോഗ്യമൊക്കെ നോക്കി നന്നായി പഠിച്ചു വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ 11ാമത്തെ വർഷമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും ബാക്കി പല സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാട് വേറിട്ട ഒരു അനുഭവമാണ് എനിക്കിവിടെ വന്നതിന് ശേഷം കിട്ടിയത്. അതിപ്പോൾ കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് എങ്കിലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് എങ്കിലും മാനേജ്മെൻറ്റ് കുട്ടികളോട് ചെയ്യുന്ന ആ ഒരു അവർക്ക് എക്സാമിന് അവർക്ക് ടോപ്പ് റാങ്ക് കിട്ടുക, അല്ലെങ്കിൽ ഒരു സേഫർ സൈഡിൽ അവരെ കൊണ്ടെത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അത് ഞങ്ങൾക്ക് ടീച്ചേഴ്സിനാണ് എങ്കിലും അതെ കുട്ടികൾക്കാണ് എങ്കിലും അത് ശരിക്കും എനിക്ക് മറ്റൊരിടത്തും അങ്ങനെ ഒരു സപ്പോർട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ അനുഭവിച്ചിട്ടുമില്ല.
തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ചാപ്റ്റർ പഠിപ്പിച്ച് തീർക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടികളോട് ഇൻട്രാക്റ്റും കൂടെ ചെയ്താണ് ഇവിടുത്തെ പ്രോസസ്സ് പൊതുവേ പോകുന്നത്. പിന്നെ ക്ലാസ്സിൽ വെച്ചല്ലാതെ അവർക്ക് ഞങ്ങളെ പുറത്തിറങ്ങിയിട്ട് ഞങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. ഇൻ്റർവൽ സമയമുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ അവർക്ക് പ്രോസസ് റൂമിൽ വന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാം, അവരുടെ വിഷമങ്ങൾ പറയാം, അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. പിന്നെ ലേണിംഗ് ആപ്പുണ്ട്, അതുവഴിയെല്ലാം ഞങ്ങൾ കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജെയ്സൺ. ഞാനിവിടുത്തെ ഫിസിക്സ് ഫാക്കൽറ്റിയിലാണ്. ഏതാണ്ട് 25ഓളം വർഷമായിട്ട് ബ്രില്യൻ്റ് ഫാമിലിയിൽ പൂർണ്ണമായും ഇവരുടെ കൂടെ ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്നൊരു സ്റ്റാഫാണ് ഞാൻ. ഓരോ വർഷം കഴിയും തോറും കുട്ടികളെ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടി വരുന്നു. ഓരോ വർഷവും കിട്ടുന്ന കുട്ടികളുടെ റിസൾട്ട്, MBBSൻ്റെ നമ്പർ, അവരുടെ സംതൃപ്തി, അതൊക്കെയാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പ്രചോദനമാകുന്നത്. തീർച്ചയായിട്ടും ഈ വർഷം, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം വരുന്ന ഈ വർഷം, ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ വർഷത്തേക്കാളും കൂടിയ റിസൾട്ട് നമ്മൾ ഈ വർഷവും പ്രതീക്ഷിക്കുന്നു. ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകുന്ന ഒരു വർഷമായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ പേര് രാജേഷ് ഉണ്ണിത്താൻ. ഞാൻ 30 വർഷമായിട്ട് എൻട്രൻസ് കോച്ചിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. 30 വർഷം എന്ന് പറയുമ്പോൾ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ, അതായത് കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത് പരിചയമുള്ള ആളാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ബ്രില്യൻറ്റിലെ അധ്യാപകനാണ്. മറ്റുള്ള സ്ഥാപനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്രില്യൻറ്റിലുള്ള ഒരു സിസ്റ്റം, ആ സിസ്റ്റം നമുക്കൊരിക്കലും ഒരു അൺകമ്പയറബിൾ സിസ്റ്റം എന്ന് പറയാൻ പറ്റുമോ. അതായത് ഒരു നമ്മളുണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പാറ്റേൺ. ആ പാറ്റേൺ എന്ന് പറയുന്നത്, ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് 1 ഇയർ ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ, റിപ്പീറ്റർ ബാച്ചിലോ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലോ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ കുട്ടി എത്രത്തോളം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം എന്ന് നമ്മളെ നന്നായി ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ മുമ്പേ പറഞ്ഞ സിസ്റ്റം. അത് ബ്രില്യൻ്റ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഈ വരുന്ന നീറ്റ് എക്സാമിനേഷന് നമ്മുടെ കുട്ടികളെ നമ്മൾ അസസ് ചെയ്തപ്പോൾ, എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ, ആ കുട്ടികളെ അസസ് ചെയ്തപ്പോൾ കണ്ടത്, അവരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു സീറ്റ് ഷുവറാണ്, കിട്ടിയിരിക്കും. അതുപോലെ ഈ വരാൻ പോകുന്ന നീറ്റ് പരീക്ഷയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ റാങ്ക്, വരാൻ പോകുന്ന റാങ്കുകൾ 1, 2, 3 എല്ലാം തന്നെ നമുക്ക് ബ്രില്യൻറ്റിനായിരിക്കാം. അതിൻ്റെയൊക്കെ കാരണം ഈ ഒരു സിസ്റ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാകണം. ഇവിടെ ഓരോ ചാപ്റ്ററും വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ച്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത്, അതിൻ്റെ പരീക്ഷകൾ ചെയ്ത്, അതുപോലെ വലിയ ലൈബ്രറി, അതേപോലെ അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇത് ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് കണ്ടിട്ട് പോകണം. അതും എൻ്റെ ഒരു റിക്വസ്റ്റാണ്. നന്നായി പഠിക്കുക. അപ്പോൾ വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷന് എല്ലാ കുട്ടികൾക്കും ഞാൻ ആശംസകൾ, എൻ്റെ ഭാവുകങ്ങൾ. നന്നായി പഠിക്കുക, നല്ല റാങ്ക് നേടുക. ഹായ്, ഐ എം രജീഷ്. ഞാനിപ്പോൾ ഇവിടെ ബ്രില്യൻ്റ് വന്നിട്ട് 13 വർഷത്തോളമായി. അപ്പോൾ 2010 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയതാണ് സുവോളജി. അപ്പം നമുക്ക് ബ്രില്യൻറ്റിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിലമതിക്കാനാകാത്ത എക്സ്പീരിയൻസാണ്. അധ്യാപകർ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളുടെ റെസ്പോൺസ് ഹൈലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്പോൺസാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലേ? പകരം നിങ്ങൾക്ക് ബ്രില്യൻ്റ് എന്താണ് നിങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഞാൻ പ്രദോഷ്, കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. ഞാനിവിടെ ഒരു 10 വർഷത്തിന് മേലെയായി. ഇതിനു മുന്നേ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എനിക്ക് കിട്ടാത്ത ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ശരിക്കുള്ള പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക്കാണ്. എനിക്ക് പറഞ്ഞാൽ ആ കുട്ടികളിലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അടുത്ത നമ്മളിൽ നിന്ന് എന്താണോ കിട്ടേണ്ടത് അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഈഗർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ സാംസൺ SS, ബ്രില്യൻ്റ് പാലായിൽ ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ എൻട്രൻസ് പരിശീലന രംഗത്താണ് പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച റിസൾട്ട് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല മെറ്റീരിയലും ഏറ്റവും മികച്ച ക്വാളിറ്റിയുള്ള അധ്യാപകരുമാണ് ഒരു മികച്ച റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബ്രില്യൻറ്റിലെത്തുന്ന ഓരോ വിദ്യാർത്ഥിക്കും ആ കാര്യത്തിൽ ബ്ലെസ്സഡ് ആണ്. ഒത്തിരി അധ്വാനിക്കുന്ന ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ള അധ്യാപകരുടെ ഒരു കൂട്ടം, ഏറ്റവും മികച്ച ഇൻഫ്രാസ്ട്രക്ചർ, അത് ഒരു സാധാരണ വിദ്യാർത്ഥിക്ക് പോലും ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുവാൻ പറ്റുന്നതാണ്. ബ്രില്യൻറ്റിലെ ലൈബ്രറി, ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ്, ലേണിംഗ് ആപ്പ്, അതിലെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ്, അതുതന്നെ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട
എല്ലാ സാഹചര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും മികച്ച നിരയിലേക്ക് വീണ്ടും ബ്രില്യൻ്റ് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ബ്രില്യൻ്റ് വന്നിട്ട് 5 വർഷത്തോളം ആവുന്നു. വളരെ നല്ലതാണ്. അവരൊന്നും ഒരിക്കലും നമ്മുടെ ഒരു സീനിയേഴ്സ് ആണെന്നുള്ള രീതിയിലൊന്നും അല്ല നമ്മളോട് പെരുമാറുന്നത്. എല്ലാവരും വളരെ ഹെൽപ്ഫുള്ളാണ്, എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മോട്ടിവേറ്റിംഗ് ആണ്. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് എല്ലാവരോടും ഇടപെടാൻ പറ്റുന്നുണ്ട്. വളരെ ഹെൽപ്ഫുള്ളാണ്. ഹായ്, എൻ്റെ പേര് അൻവർ. ഞാനിവിടെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ ബ്രില്യൻ്റ് വന്നിട്ട് 10 വർഷം കംപ്ലീറ്റ് ആയി. ഈ 10 വർഷത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് ഫ്രീഡമൊക്കെ നല്ല രീതിയിലാണ് നമുക്കിവിടെ തരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റിസൾട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷവും റിസൾട്ടുകൾ ആദ്യത്തെ വർഷത്തേക്കാട്ടും ഏറ്റവും മെച്ചപ്പെട്ട റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വർഷം അതുപോലെ നമുക്ക് നല്ല റിസൾട്ട് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഹായ്, ഞാൻ ജോർലി, ബ്രില്യൻ്റ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഞാൻ ഏകദേശം ഇവിടെ ഒരു 7 വർഷമായി ഞാനിവിടെ ജോലി ചെയ്യുന്നു. തീർച്ചയായിട്ടും എൻട്രൻസ് ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബ്രില്യൻ്റ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇത് അതായത് ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യവും പഠിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങളിലുമൊക്കെ വളരെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ സീനിയർ ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികൾ. ഇനിയും ഒത്തിരിയേറെ വലിയ റിസൾട്ടുകൾ ലഭിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഈ ഒരു ബ്രില്യൻ്റ്. ഹായ്, എൻ്റെ പേര് ഉല്ലാസ്. ഞാൻ പാലാ ബ്രില്യൻ്റിലെ ഫിസിക്സ് ഫാക്കൽറ്റി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 6 വർഷമായി. നമ്മൾ ഈ 6 കൊല്ലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് ഏറ്റവും ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് കൊറോണ ടൈമിലെ കാര്യമാണ്. അപ്പോൾ കൊറോണ ടൈമിൽ നമ്മൾ ഓൺലൈനിലോട്ട് മാറി, സിസ്റ്റം കംപ്ലീറ്റ് ഓൺലൈനിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു ഒട്ടും പരിചിതമല്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ അവിടെ പോലും നമുക്ക് ആ വർഷവും നമുക്ക് എല്ലാ വർഷത്തേക്കാളും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് ശ്രീജിത്ത്. പാലാ ബ്രില്ലിലെ ഒരു കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. പാലാ ബ്രില്ലിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എന്താ ഏറ്റവും നല്ല അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ നല്ല കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റി എന്നുള്ള വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നല്ല അധ്യാപകരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. ഇതൊക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഹായ്, ഹലോ, എൻ്റെ പേര് അജേഷ് എന്നാണ്. ഞാൻ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു പ്രൊഫസറാണ്. അപ്പം ഞാനിവിടെ ബ്രില്യനിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഏകദേശം 10 വർഷം മേലെയായി. അപ്പം എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ് പറയുമ്പം എനിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മളുടെ ഇവിടുത്തെ കുട്ടികൾ ഇൻ കേസ് കാലിബർ കുറഞ്ഞ കുട്ടികളാണെങ്കിലും നമ്മളുടെ എക്സാമിനോട് അടുക്കുന്തോറും കാലിബർ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്നവരാണ്. അതിൽ കൂടി തന്നെ എൻ്റെ അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സിൻ്റെയും സബ്ജക്റ്റിൻ്റെ ഡെപ്ത് ഒരുപാട് കൂടുന്നതിന് നമ്മൾ ബ്രില്യനിലെ ഈ ഒരു ജോലി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പേര് രാഹുൽ ഗുപ്ത എന്നാണ്. ഞാൻ ബോട്ടണിയാണ്. ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ബ്രില്യനിൽ ജോയിൻ ചെയ്തത്. ഞാൻ ഇതിനു മുന്നേ 2-3 എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ബ്രില്യനിൽ നിന്ന് ഇന്ന് വരെ എനിക്ക് കിട്ടിയിരുന്ന ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു. മാത്രമല്ല ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നല്ല ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ നമ്മളൊരു ടോപ്പിക് എടുക്കുമ്പോൾ അതവർക്ക് മനസ്സിലാക്കുമ്പോൾ അവർ ചെയ്യുന്ന ആ റെസ്പോൺസ് നമ്മൾ പിന്നെയും അവരെ പഠിപ്പിക്കാനുള്ളൊരു എനർജി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എൻ്റെ പേര് ഹിന. ഞാനിവിടെ ബോട്ടണിയിലെ ജൂനിയർ ഫാക്കൽറ്റിയാണ്. ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 1 കൊല്ലം ആവുന്നു. ഇവിടുത്തെ റിപ്പീറ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഞാനിവിടെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം ക്ലാസ്സസ് എല്ലാം തീർന്നു. എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ആണ്. കുട്ടികളെല്ലാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു എൻവയൺമെൻറ്റ് ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. Hi, I'm Twinkie Joseph, working as physics faculty at Brilliant Study Center, Pala. I'm associated with Brilliant since last 5 years. It's a wonderful opportunity to work over here with wonderful colleagues and the best students of Kerala who comes over here with a specific aim to be a doctor or to be an engineer, and they have full enthusiasm to study, to listen and to be in the class. Thank you so much. ഹായ്, എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. ഞാനിവിടെ ഇപ്രാവശ്യം വന്ന ജൂനിയർ ഫാക്കൽറ്റിയാണ്. ബോട്ടണിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളെ പറ്റി പറയാനാണെങ്കിൽ കുട്ടികളൊക്കെ ഉഷാറാണ്, ഒന്നും എടുത്ത് പറയാനില്ല. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാനിവിടെ കെമിസ്ട്രി സബ്ജക്റ്റ് എടുക്കുന്നത്. ജൂനിയർ ഫാക്കൽറ്റി ആയിട്ട് വന്നിട്ടൊരു 3 മാസം ആയിട്ടേ ഉള്ളൂ. നമ്മുടെ കുട്ടികളെ പറ്റി പറയുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് ശരിക്കും ക്ലാസ് എടുക്കുമ്പം അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് തന്നെയാണ് നമുക്ക് പഠിപ്പിക്കാനുള്ള ഇൻസ്പിറേഷൻ. വർഷങ്ങളുടെ അധ്യാപന പരിചയം,
സയൻറ്റിഫിക്കായി തയ്യാറാക്കപ്പെടുന്ന മെറ്റീരിയലുകൾ, ഒരുപക്ഷെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ വിജയത്തിനും വർഷങ്ങളായി കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യത്തിനും ഇതൊക്കെ തന്നെയാകണം കാരണങ്ങൾ. നിങ്ങൾ പഠിക്കാൻ തയ്യാറായാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമാകുന്നതെങ്കിൽ ഞങ്ങൾ ദ എൻറ്റയർ ബ്രില്യൻ ഫാമിലി ഈസ് ready to hold your hands till you reach your destination. Thank you.